KTU ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി VC നിയമനത്തിൽ തിങ്കളാഴ്ച വിധി പ്രഖ്യാപിക്കും. ഗവർണറുടെ അപ്പീൽ ഹർജിയിലാണ് വിധി പ്രഖ്യാപിക്കുക. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, നേരത്തെ ഈ കേസിൽ കോടതി വളരെ കൃത്യമായിട്ട് സിംഗിൾ ബെഞ്ച് പറഞ്ഞതാണ് സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് മാത്രമേ VC നിയമനം സാധ്യമാകൂ. പിന്നെ കോടതി ആ കേസ് പരിഗണിച്ച 2 ദിവസത്തിനുള്ളിൽ അവരുടെ കാലാവധി അവസാനിക്കുന്നത് കൊണ്ട് വൈസ് ചാൻസലർ പദവിയിൽ നിന്ന് സീസ തോമസിനെയും ശിവപ്രസാദിനെയും പുറത്താക്കുന്നില്ല എന്നായിരുന്നു കോടതി അന്ന് നിലപാട് സ്വീകരിച്ചത്. അതിനെതിരെയാണല്ലോ ഇപ്പോൾ ഇവർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നത്, അല്ലേ? അതായത് ഡിവിഷൻ ബെഞ്ചിൽ കഴിഞ്ഞ ആഴ്ച തന്നെ ഇതിന്റെ വാദം പൂർത്തിയായിരുന്നു. ഇന്ന് 4:30 വിധി പറയാൻ വെച്ചിരുന്നതാണ്. പക്ഷേ ഇന്ന് ആ ബെഞ്ച് 4:30 ചേർന്ന ശേഷം വിധി പറയുന്നത് അടുത്ത തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30 വിധി പറയും എന്നാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ തീരുമാനം. അത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് തന്നെ ഓർഡർ പറയും എന്നാണ് ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നത്. ചാൻസലർ നൽകിയ അപ്പീൽ, അത് 2 സർവകലാശാലകളുടെയും ഡിജിറ്റലിന്റെയും സാങ്കേതിക സർവകലാശാലയുടെയും 2 അപ്പീലുകൾ, അത് ഗവർണർ, അതായത് ചാൻസലർ നൽകിയ 2 അപ്പീലുകളും ഒപ്പം ഈ താൽക്കാലിക VC-മാരായി നിയമിതരായ ഡോക്ടർ കെ ശിവപ്രസാദ്, സീസ തോമസ്, ഇവർ 2 പേരുടെയും അപ്പീലുകളിലുമാണ് വിധി പറയാനുള്ളത്. ഇന്ന് 4:30 വിധി പറയാൻ നിശ്ചയിച്ചിരുന്നതാണ്. അത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ശരി, സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.